സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം അച്ചമ്മയാണെങ്കിൽ ചന്ദ്രനോട് പറയുന്നുണ്ട് കേട്ടോ, നീ നോക്കി നമ്മുടെ രേവതി മോളാണെങ്കിൽ ആ കാല് വയ്യാതിരിക്കുക, എന്നിട്ട് പോലും അവൾ നിന്നെ കണ്ടപ്പോൾ സ്വയം ഒന്ന് എണീറ്റ് നിൽക്കാൻ നോക്കി. അതാണ് അവൾക്ക് നിന്നോടുള്ള ബഹുമാനം. അതൊരു അമ്മായിമ്മയ്ക്ക് മരുമോൾ തന്നെ ബഹുമാനം. നീ അങ്ങനെ വല്ല എന്നെ ബഹുമാനിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെ. അപ്പം അത് കേട്ട് ചന്ദ്രനാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. വേണമെങ്കിൽ വീണ്ടും പറയുന്നുണ്ട് അച്ചമ്മയാണെങ്കിൽ, നിനക്ക് എന്തൊക്കെയാലും കിട്ടിയ നല്ലൊരു ഭാഗ്യം തന്നെയാണ് ഈ രേവതി മോള്, നല്ലൊരു മരുമോളെ നിനക്ക് കിട്ടിയെന്ന് പറയുകയാണേ. അപ്പം അത് കേട്ടപ്പോൾ നമ്മുടെ സച്ചി കേൾക്കുക. അപ്പോൾ അമ്മ നല്ല മരുമോളല്ല എന്നല്ല അച്ചമ്മ പറഞ്ഞേ, അച്ചമ്മയ്ക്ക് കിട്ടിയത് നല്ല മരുമോളല്ല അല്ല എന്ന് ചോദിക്കുക. അത് കേട്ടോടെ അച്ചമ്മ പറയുന്നുണ്ട്, എൻ്റെ സച്ചി മോനെ നീ ഒന്ന് മിണ്ടാതിരുന്നേ, നീ അങ്ങനെ വല്ലതും പറഞ്ഞ് അത് നിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവൾ ഇവിടുന്ന് പോകും, അവൾ വല്ലപ്പോഴും എന്നെ കാണാൻ ഇവിടെ തന്നെ, നീ അങ്ങനെയൊന്നും അവളെ പറഞ്ഞു വിടില്ല എന്ന് പറയുക. അപ്പം അത് കേട്ടപ്പോൾ രവി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ചന്ദ്ര പോവില്ല കേട്ടോ, അല്ല ചന്ദ്ര എന്ന് ചോദിക്കുക. അപ്പം അത് കേട്ട സച്ചി പറയാം, മനസ്സിലായി, അമ്മ വന്നതിൻ്റെ കാര്യം ഇപ്പം എനിക്ക് മനസ്സിലായി. അമ്മ എന്തോ മനസ്സിൽ കണ്ടുകൊണ്ടാണ് വന്നേക്കുന്നത്, അല്ലാതെ അമ്മ ചുമ്മാ ഇങ്ങോട്ടൊന്നും വരില്ലല്ലോ, അതിനാ എനിക്കിങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് ചോദിക്കുക. ചന്ദ്രനാണെങ്കിൽ കേട്ടോ, അല്ല അമ്മ ഇത്രയും കാലമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞാൽ ഇത്രയും കാലം അമ്മ എവിടെയാണെന്ന് ചോദിക്കുക. ആണോ, ഞാൻ ഗുഹയിലായിരുന്നല്ലോ, ഗുഹയിൽ എന്ന് ചന്ദ്രനാണെങ്കിൽ തമാശയ്ക്ക് അങ്ങ് പറയുകയാണെ. അത് കേട്ടോ സച്ചിക്കാണ് ഒന്നും വിട്ടാൻ പറ്റില്ല കേട്ടോ. സച്ചി പറയുന്നുണ്ട്, എന്തായാലും ഇതിൻ്റെ രഹസ്യം അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു പറയാം. അപ്പോഴാണെങ്കിൽ അച്ഛൻ പറയട്ടെ, മോളെ രേവതി നീ ഇങ്ങനെ ഇവിടെ ഇരിക്കല്ലേ, ഇങ്ങനെ കാല് താഴ്ത്തിയിട്ടാൽ നിൻ്റെ കാലിൽ നീര് കൂടുകയുള്ളൂ, നീ പോയി എവിടെയും കാല് പൊക്കി വെച്ചിരിക്കാൻ പറയുകയാണെ. അപ്പോൾ രേവതിയാണ് പതുക്കെ എണീക്കാൻ നോക്കുവാണേ. പെട്ടെന്ന് ചന്ദ്രനാണ് ചാടി കയറി പിടിക്കുക. മോളെ പതുക്കെ സൂക്ഷിച്ചെണീക്ക്, കാലങ്ങനെ നിലത്ത് കുത്തല്ലേ, പതുക്കെ കുത്താവുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രനാണെങ്കിൽ രേവതിയെ പിടിച്ച് താങ്ങിക്കൊണ്ട് റൂമിലോട്ട് പോവുകയാണെ. ഇതെല്ലാം കണ്ട് ഇവരെല്ലാം അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയാണ്. നമ്മുടെ സച്ചിക്കാണെങ്കിൽ ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഇത് അമ്മ തന്നെയാണോ, അമ്മയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ല അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ അച്ഛമ്മയും രവിയാണെങ്കിൽ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് അവരാണ് അങ്ങ് പോവുക. സച്ചി മനസ്സിലാക്കുന്നുണ്ട് ഇതിന് പിന്നിൽ എന്തോ രഹസ്യമുണ്ട്, അത് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അച്ഛാ ഇനി വരാൻ പറഞ്ഞുകൊണ്ട് അച്ഛനെ വിളിച്ച് മാറ്റി നിർത്തുമല്ലേ. അച്ഛാ അമ്മയ്ക്ക് എന്താ പറ്റിയത്? അമ്മയ്ക്ക് എന്ത് പറ്റാനാ? അച്ഛൻ ശ്രദ്ധിച്ചില്ലേ, അമ്മയുടെ പെരുമാറ്റമൊക്കെ ആകെ മാറിപ്പോയല്ലേ, എന്താ സംഭവം എന്ന് ചോദിക്കുക. അച്ഛന് വല്ല അറിയുമെന്ന് ചോദിക്കുക. എനിക്കൊന്നും അറിയില്ല, എനിക്ക് ഒരു ബലമായ സംശയമുണ്ട്. പണ്ട് അച്ഛമ്മ എന്നോട് ചെറുപ്പത്തിൽ കഥ പറഞ്ഞിട്ടുണ്ട്, ഈ ചീത്ത മനുഷ്യരുടെ ഉള്ളിലോട്ട് വല്ല നല്ല മനുഷ്യരൊക്കെ കയറി കഴിഞ്ഞ് ഇങ്ങനെ പെരുമാറുന്ന, അങ്ങനെ അമ്മയുടെ അകത്തേക്ക് വല്ല നല്ല മനുഷ്യരായിട്ടുള്ള ആരെങ്കിലും കയറിയതാണോ, ഞാൻ വല്ല കൂടോത്രം മന്ത്രവാദം അങ്ങനെയുള്ള സംഭവിച്ചാണെന്ന് ചോദിക്കുക. നീ പോടെ വെക്കാമെന്ന് ആവശ്യത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ, എനിക്കിങ്ങനെ അറിയില്ല, നീ വേണം പോയി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് രവിയാണെങ്കിൽ അങ്ങ് പോവുകയാണേ. അപ്പോൾ നമ്മുടെ സച്ചിയാണ് വീണ്ടും ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഗുട്ടൻസ് എന്തൊക്കെയായാലും ഞാൻ കണ്ടുപിടിച്ചിട്ടേ വിടുകയുള്ളൂ. എന്തൊക്കെയായാലും അമ്മ ചുമ്മാ ഇവിടെ കിടന്ന് ഇത്രയും അഭ്യാസം കാണിക്കില്ല. അമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ പ്ലാനും കാര്യങ്ങളൊക്കെ അമ്മ വന്നേക്കുന്നത്, അതെന്തൊക്കെയായാലും ഈ സച്ചി മനസ്സിലാക്കിയിരിക്കും. അതിനെന്താ വഴി? അച്ചമ്മയോട് ചോദിക്കാം. അച്ചമ്മയ്ക്കാണെങ്കിൽ ഓരോരുത്തരുടെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സ് വായിക്കാൻ കഴിവുണ്ടെന്നല്ല പറയുന്നത്. അപ്പോൾ അച്ചമ്മയോട് ചോദിച്ചാൽ കാര്യം പിടികിട്ടുന്നു. സച്ചിൻ അച്ചമ്മയുടെ അടുത്തിടയിലാണ്. അച്ചമ്മയോട് ഓടിച്ചില്ല, എന്താണ് നീ വെച്ച് നോക്കുന്നത്, നീ എന്തിനെ വിളിച്ചു പോകുന്നതെന്ന് ചോദിക്കുക. അല്ല അച്ചമ്മ പറയാറില്ലേ, എല്ലാവരും പറയുന്നുണ്ടല്ലോ അച്ചമ്മയ്ക്ക് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരുടെ മനസ്സ് മനസ്സിലാക്കാനൊക്കെ പറ്റുമെന്ന്. അത് എനിക്കറിയില്ല എന്ന് പറയാം. ഞാൻ മുഖം നോക്കി ജാതകം പറയുന്ന ആളൊന്നും അല്ല എന്ന് പറയാം. എന്തെങ്കിലും ആട്ടെ. അല്ല അച്ചമ്മ, ഈ അമ്മ ഇവിടെ വന്നതിൽ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ, അമ്മയുടെ പെരുമാറ്റമൊക്കെ ആകെ മാറിയതുപോലെ അച്ചമ്മയ്ക്ക് തോന്നിയില്ല എന്ന് ചോദിക്കുക. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല, അവൾ എന്നെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വന്നു, ഇത് അവളുടെയും കൂടെ വീടല്ലേ, അവൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാൻ പോകാം, അതൊക്കെ അവളുടെ ഇഷ്ടമല്ലേ, അതിനിപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എന്ന് പറയാം. അല്ല, എന്തോ ഒരു പന്തികേട് ഉണ്ട്. അച്ചമ്മയ്ക്ക് മനസ്സിലായില്ലേ? അച്ചമ്മ മനസ്സിലാക്കിയിട്ട് മിണ്ടാതിരിക്കുന്നതാണോ? അച്ചമ്മയ്ക്ക് ഒരാളുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ വായിച്ചെടുക്കാലോ അയാളുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന്. സത്യം പറ അച്ചമ്മ, എന്തിനാ അമ്മ വന്നത് ഒന്ന് പറയാൻ എനിക്കെങ്കിലും അറിയില്ല. വൈച്ചെറുക്കാൻ നീ പൊക്കെ അവിടെ നിന്ന് ചുമ്മാ കിടന്ന് ചോദിച്ചു തരാതെ നീ പോയി വേറെ ആരോടെയും ചോദിക്കാൻ പറയാം. എന്നിട്ടാണ് അച്ചമ്മയാണ് അങ്ങോട്ട് പോവുകയാണെ. സച്ചി വീണ്ടും വിചാരിക്കുന്നുണ്ട്, ഇതിൻ്റെ ഗുട്ടൻസ് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അതിനെന്താ ചെയ്യുന്നത്? ഇനി പാറൂമ്മയോട് ചോദിച്ചു നോക്കിയാലോ, ചില പാറൂമ്മയ്ക്ക് അറിയാമെങ്കിലോ. ഇനി പാറൂമ്മ അവസാനം നേരെ പാറൂമ്മയുടെ അടുത്ത് ചെല്ലുവാണേ. പാറൂമ്മേ, എന്താ മോനെ, എന്താ സത്യം മോനെ? അല്ല അമ്മ വന്ന് എന്താന്ന് പാറൂമ്മയ്ക്ക് അറിയാമെന്ന് ചോദിക്കുക. അത് പിന്നെ പറ അത് പിന്നെ പെട്ടെന്ന് പറ. അതെനിക്ക് അറിയില്ല മോനെ. ഇത് പറയാനാണ് ഇത്രയും വലിയ ആകാംക്ഷ നിറച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്, നേരിട്ടങ്ങ് പറഞ്ഞാൽ പോരാന്ന് ചോദിക്കുക. അത് പിന്നെ മോൻ്റെ അമ്മയോട് എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് പാറൂമ്മയും പോവുകയാണേ. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, ഇതെന്തോ എനിക്കൊരു ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, അമ്മ വന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാതെ എനിക്കൊരു മനസ്സമാനം കിട്ടില്ല. ഇനി രേവതിക്ക് അറിയാവോ? രേവതി പോയി ചോദിച്ചു നോക്കാറുണ്ട്. രേവതിയാണെങ്കിൽ അങ്ങോട്ട് ചെല്ലുവാണ്, രേവതിയുടെ അടുത്തോട്ട് ചെല്ലുക. അപ്പോൾ രേവതിയാണ് നല്ല ഉറക്കമാണ് കട്ടിലേക്ക് കിടന്നുകൊണ്ട്. സച്ചി എന്നിട്ട് കേട്ടി രേവതി എന്ന് ഒറ്റ വിളി കേട്ടോ. അത് കേട്ടോടെ രേവതിയോട് ഞെട്ടി എണീക്കുക. എന്തോ മനുഷ്യൻ നിങ്ങളിങ്ങനെ പേടിപ്പിക്കുന്നത്, നിങ്ങൾ എന്തിനാ വന്നതെന്ന് ചോദിക്കുക. അല്ല
നീ അമ്മയുടെ പെരുമാറ്റമൊക്കെ ശ്രദ്ധിച്ചില്ലേ? അമ്മയ്ക്ക് പഴയ രീതിയിലുള്ള പെരുമാറ്റമൊന്നുമല്ലോ. എന്തിനാ നിന്നോട് പോലും എത്ര സ്നേഹത്തോടെ പെരുമാറുന്നേ. പണ്ട് നിന്നെ കണ്ടു കഴിഞ്ഞാൽ കടിച്ചു കയറാൻ നിൽക്കുന്ന ആളല്ലേ. അതിന് എന്തെങ്കിലുമൊക്കെ തോന്നിയോ നിനക്ക് തോന്നിയെന്ന് ചോദിക്കുക. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അല്ല, അമ്മ ഇവിടെ വന്നതിൽ എന്തോ ഒരു കുട്ടൻസ് ഉണ്ട്, എന്തോ ഒരു കാര്യമുണ്ട്, എന്തോ കാര്യം സാധിക്കാൻ വേണ്ടി അമ്മ വന്നത്. അതെന്താണെന്ന് നിനക്കറിയുമെന്ന് ചോദിക്കുക. അതൊന്നും എനിക്കറിയില്ല. അമ്മയുടെ പെരുമാറ്റത്തിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ട്. എന്നോട് സ്നേഹമായിട്ട് സംസാരിക്കുകയോ ചെയ്ത്. പിന്നെ ഇത് അമ്മയുടെയും കൂടെ വീടല്ലേ, അമ്മ കെട്ടിക്കയറി വന്ന വീട് ഇതല്ലേ, അതുകൊണ്ടായിരിക്കും അമ്മ അങ്ങനെയൊക്കെ വന്നത്. അതല്ലാതെ എനിക്കൊന്നും അറിയില്ല എന്ന് പറയാം. നിന്നോടൊക്കെ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, നീ വലിയ ബുദ്ധിമതിയാണെന്നൊക്കെ പറഞ്ഞത് ആരാണാവോ? അല്ല, നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? ഞാനൊന്നുമല്ല, എൻ്റെ അച്ഛനാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞവരെ പോയി ചവിട്ടുക വേണ്ടത്. എന്നെ നിങ്ങൾ അച്ഛനെ ചവിട്ടാൻ പോകുമെന്ന് ചോദിക്കുക. അച്ഛനെ ചവിട്ടൊന്നുമില്ല, ഞാൻ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണ്. എന്തൊക്കെയായാലും അച്ഛമ്മയെ കാണാൻ അമ്മ വന്നതിൽ എന്തോ ഒരു കാര്യമുണ്ട്. അതെന്തൊക്കെയായാലും മനസ്സിലാക്കണം. നിന്നോട് ചോദിക്കാൻ വന്ന് എന്നെ പിടിച്ച് അടിച്ചാൽ മതിയല്ലോ. സമയം വേസ്റ്റാക്കിയത് മിച്ചം. എന്തൊക്കെയായാലും അമ്മ വന്നതിൽ എന്തൊക്കെയോ കുട്ടൻസും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് ഇനി കാര്യമുള്ളെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയാണെങ്കിൽ പോവുകയാണേ. അപ്പോൾ ഈ സമയം നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്താ ചെയ്യുന്നത് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ രവീന്ദ്രൻ അങ്ങ് വരുവാണേ. രവീന്ദ്രൻ ചോദിക്കുക, നീ ഇവിടെയാണോ നിൽക്കുന്നത്? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. അല്ല, നീ പൈസ ചോദിക്കാനല്ലേ വന്ന്, അമ്മയോട് പൈസ ചോദിച്ചോന്ന് ചോദിക്കുക. അതെങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണ് ചോദിക്കുന്നത്? എനിക്കാണെങ്കിൽ ഇവിടെ ഒരു ദിവസം കൂടി നിൽക്കാൻ വയ്യ. എനിക്കാണെങ്കിൽ ഇവിടുത്തെ ആകെ ഈ വീട്ടിന് ഫുള്ള് സ്മെല്ലും കാര്യങ്ങളും, അതുപോലെ അമ്മയുടെ കുഴമ്പിൻ്റെ സ്മെല്ല്, ഇവിടുത്തെ ചാണകത്തിൻ്റെ മണം എല്ലാം കൂടെ കേട്ട് എനിക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടും കാര്യങ്ങൾ. എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണം. അല്ല, അപ്പോൾ നിനക്ക് പൈസ വേണ്ടെന്ന് ചോദിക്കുക. പിന്നെ പൈസ വേണ്ടേ, അതുകൊണ്ട് നിങ്ങൾ എന്നെ ചോദിക്കാൻ പറയുക. ഞാൻ ചോദിക്കൊന്നുമില്ല എന്ന് രവി പറയുകയാണേ. അതെന്നാ, നിങ്ങളുടെ മോൻ്റെ കല്യാണാവശ്യത്തിന് വേണ്ടിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ചോദിച്ചാൽ എന്നാ? എൻ്റെ മോൻ്റെ കല്യാണാവശ്യം നടത്താനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട്. ഇത് നീ ആർഭാടത്തിന് വേണ്ടി, നിൻ്റെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയല്ലേ? നീ ആണെങ്കിൽ ശ്രുതിക്ക് സ്വർണം കൊടുക്കാൻ വേണ്ടിയല്ലേ? അത് നീ തന്നെ ചോദിച്ചാൽ മതി. അല്ലാതെ എന്നെതിരെ ഇതിൽ എനിക്കൊരു പങ്കാളിത്തവും ഇല്ല. ഇതിൽ എന്നെ പങ്ക് ചേർക്കണ്ടെന്ന് പറഞ്ഞിട്ട് രവിയാണ് പോകാൻ തുടങ്ങുവാണ്. ചന്ദ്രനുണ്ട്, എന്തെങ്കിലും ഒന്ന് പറ, അമ്മേനെ എങ്ങനെ അമ്മയോട് ചോദിക്കുന്നത്? അതിന് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. എന്താ, നീയേ നമ്മളെ രേവതിമോളെ കണ്ടുപിടിക്കുക. രേവതിമോളാണെങ്കിൽ നല്ല മരുമോളാണ് എപ്പോഴും പറയുന്നുണ്ട് നമ്മുടെ അമ്മയാണെങ്കിൽ. അതുപോലെ നീ നല്ല മരുമോളായിട്ട് മാറ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നീ ചോദിക്കുന്ന എന്ത് കാര്യം അമ്മ സാധിച്ചു തരും. എത്ര രൂപയാണ് എടുത്ത് എൻ്റെ കൈ തരുമെന്ന് പറയാം. അങ്ങനെ ഉണ്ടല്ലേ, എന്നാൽ പിന്നെ ഇനി അത് തന്നെ ഞാൻ നോക്കും. നോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവിയാണെങ്കിൽ അങ്ങോട്ട് പോവുകയാണേ. പിന്നെ കാണുകയാണെങ്കിൽ നമ്മുടെ ചന്ദ്രനാണ് നേരെ രേവതിയുടെ അടുത്തേക്ക് വരിക. രേവതി അടുത്ത് വന്നിട്ട്, മോളെ, അമ്മയോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് രേവതിയാണ് എണീക്കാൻ നോക്കുകയാണ്. മോളെ എണീക്കുകയും വേണ്ട, അവിടെ കിടന്നോ. മോളുടെ കാലിലെങ്ങനെ വേദന കുറഞ്ഞോ എന്ന് ചോദിക്കുക. കുറവുണ്ട്. അല്ല മോളെ, നീ നല്ല മരുമോളാണെന്ന് അമ്മ പറഞ്ഞു കേട്ടു. അമ്മ അങ്ങനെ പെട്ടെന്നൊന്നും ഒരാൾക്ക് അങ്ങനെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കൊടുക്കില്ല. അതിന് നീ എന്തൊക്കെയാണ് ചെയ്തത്, അതൊന്ന് പറഞ്ഞു തരാമെന്ന് ചോദിക്കുക. അല്ല, അമ്മ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാന്ന് ചോദിക്കുക. എനിക്കും നല്ല മരുമോളാനായിട്ട് ആഗ്രഹം, അതുകൊണ്ട് നീ ഒന്ന് പറഞ്ഞു തരാൻ പറയാം. അത് പിന്നെ ഈ വീട്ടിലെ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയാം. എന്തൊക്കെ ജോലിയാണ് മോളെ നീ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണേ. ഇപ്പോൾ രേവതിയാണെങ്കിൽ അങ്ങനെ പറഞ്ഞു തുടങ്ങുവാണേ. രാവിലെ എണീക്കണം, കുളിക്കണം, അത് കഴിഞ്ഞ് പൂജാമുറി കയറി വിളക്ക് തെളിക്കണം, പിന്നെ ആണെങ്കിൽ വീടൊക്കെ വൃത്തിയാക്കണം, മിറ്റമൊക്കെ തൂത്തു വാരണം. അത് കഴിഞ്ഞാണെങ്കിൽ എല്ലാവർക്കും ആഹാരം ഉണ്ടാക്കി കൊടുക്കണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും അപ്പോ ദോശയോ ഇഡ്ഡലിയോ പുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അതിനൊക്കെ എന്നിട്ട് അതെല്ലാം വിളമ്പി കൊടുക്കണം. എന്നിട്ടാണെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്ത് വെക്കണം. ആ പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ടാണെങ്കിലോ ഉച്ചയ്ക്കുള്ള ആഹാരത്തിനുള്ള പണി തുടങ്ങണം. ഒരു ചോറും 4 കൂട്ടം കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അതും എല്ലാവർക്കും സ്നേഹത്തോടെ വിളമ്പി കൊടുക്കണം. അവരെല്ലാം കഴിക്കുന്നത് നമ്മൾ നോക്കി സന്തോഷത്തോടെ ഇരിക്കണം. അതെല്ലാം കഴിഞ്ഞ് നമ്മളും പോയി ആ കഴിച്ച പ്ലേറ്റൊക്കെ എടുത്ത് വീണ്ടും വാഷ് ചെയ്യണം. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് എന്തെങ്കിലും ആവശ്യം സാധനം മേടിക്കാനുണ്ടെങ്കിൽ അത് കടയിൽ പോയി മേടിച്ചിട്ട് വരണം. അതും കഴിഞ്ഞിട്ടാണെങ്കിൽ വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും ചെറിയ പലഹാരവും ചായ കൊടുക്കാൻ സമയമാവുമല്ലോ, അതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ രാത്രി എന്താ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുണ്ടാക്കണം. ചിലപ്പോൾ ചപ്പാത്തി അല്ലെങ്കിൽ പൂരി, അതിനുള്ള കറികൾ ഇതെല്ലാം ഉണ്ടാക്കണം. അതും കഴിഞ്ഞ് ആ കഴിച്ച പ്ലേറ്റ് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ച് പിന്നെ വീടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് അടിച്ച് വൃത്തിയാക്കി എല്ലാം കഴുകി വെച്ച് എല്ലാം കിടന്നുറങ്ങുമ്പോൾ രാത്രി ഒരു 11-11:30 ആവുമെന്ന് പറയുകയാണേ. അപ്പോൾ അത് കേട്ടപ്പോൾ പെട്ടെന്ന് നമ്മൾ ചാടിക്കയറി ചന്ദ്ര ചോദിക്കുക, അല്ല മോളെ, ഇത് 1 മാസം കൊണ്ട് ചെയ്താൽ മതിയോ? 1 മാസം കൊണ്ടോ? ഞാൻ പറഞ്ഞു 1 ദിവസത്തെ പണിയായത് പറഞ്ഞ്. 1 ദിവസം ഇത്രയും പണി ചെയ്യാനോ? എൻ്റെ മോളെ, നീ പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ ഞാൻ ആകെ ടയേർഡായി എന്ന് പറയാം. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് സച്ചി ആണെങ്കിൽ അവിടെ നിൽക്കുവാണേ. സച്ചി പെട്ടെന്ന് അങ്ങോട്ട് കിടന്നു വരിക. എന്താ ഇവിടെ ഗൂഢാലോചന ചോദിക്കുക? ഇവിടെ ഒരു ഗൂഢാലോചനയില്ല. ഞങ്ങൾ അമ്മയും മരുമോളും തമ്മിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചാണ് ചന്ദ്ര പറയുകയാണേ. നേരത്തെ അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അല്ല രേവതി, അമ്മ എന്താ എന്നോട് ചോദിച്ചതെന്ന് ചോദിക്കുക. അത് പിന്നെ അമ്മ നല്ല മരുമോളാകാൻ വേണ്ടി ഈ വീട്ടിൽ എന്തൊക്കെ പണികളൊക്കെ വേണമെന്ന് ചോദിച്ചാന്ന് പറയാം. അമ്മ പണി ചെയ്യാൻ പോവാണോ? എന്നാൽ പിന്നെ അതെല്ലാവരും അറിയിക്കണമല്ലോ. അച്ഛാ ഓടി വാ,
എന്തിനാണ് നീ കിടന്ന് ഒച്ച വെക്കുന്നത്? അച്ഛൻ അറിഞ്ഞില്ലേ അമ്മ ഈ വീട്ടിലെ പണികളൊക്കെ നാളെ തൊട്ട് ചെയ്യാൻ പോവാന്ന്, അമ്മയ്ക്ക് നല്ല മരുമോൾപ്പട്ടം വേണമെന്ന്. അതെല്ലാം കേട്ട് നമ്മുടെ ചന്ദ്രയ്ക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് പറയാൻ നിൽക്കുവാണ്. അപ്പോൾ രവി പറയുന്നുണ്ട്, അതല്ല അതിൻ്റെ അപ്പുറം വേണമെങ്കിലും ചന്ദ്രയാണ് ചെയ്യും. അല്ല ചന്ദ്രയെന്ന് പറഞ്ഞിട്ട് രവിയാണെ അങ്ങോട്ട് പോവുകയാണെ. അപ്പോൾ സച്ചിയാണ് മനസ്സിലാക്കുന്നുണ്ട് ഇതിന് പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളും കാര്യങ്ങളുണ്ട്. അമ്മ വന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചാൽ എനിക്കും സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ സച്ചിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ സ്റ്റോറി റിവ്യൂ അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ സച്ചിയുടെ രേവതിയുടെ വിശേഷം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.